ഹലോ ഗൈസ്, ഞാൻ ഒരു സ്കാമിൽ പെട്ടു. അതൊന്നും ഒക്ടോബറിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് മൂൺ ഗോട്ടസ് എന്ന് പറയുന്ന തുണിക്കട എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം അവിടുത്തെ പ്രശ്നത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായിരുന്നു, സോഷ്യൽ മീഡിയയെക്കുറിച്ച് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഒരു തുണി ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വരുമെങ്കിലും ചെയ്യും. ഇത് 3 മാസം, 7 മാസം, 8 മാസം, ചിലപ്പോൾ 1 വർഷം 2 വർഷം ഒക്കെ കഴിഞ്ഞിട്ടേ സംഭവം വരത്തുള്ളൂ. ഞാൻ ആലോചിക്കും, ഇത് 2026 ആയല്ലോടെ. ഈ 2026 ആയിട്ടും ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ സത്യത്തിൽ എന്നുള്ള ഞാൻ ആലോചിച്ച് പോകുന്നത്. ഇങ്ങനെ എന്തിനാ ആൾക്കാരെ പറ്റിക്കുന്നത്? ഇത് നേരത്തെ ഇതിനെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ചർച്ച ചെയ്ത് ഭയങ്കര വിവാദമായ ഒരു സംഭവമാണ്. ഇപ്പോൾ കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചാടിക്കേറി വരികയൊക്കെ ചെയ്യുന്നു. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പം നമ്മുടെ അതുലിൻ്റെ ചാനലിലാണ് ഈ ഒരു വോയിസ് കാണാനിടയായത്. അതുലിൻ്റെ ചാനലിൽ ഇന്ന പോലെ ഒരു ചേച്ചി 807 രൂപയോ അങ്ങോട്ട് ചിലവാകും അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അവരുകൊണ്ട് ഇപ്പം കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്കിപ്പോൾ ഏകദേശം ഒരു 10,000 രൂപയോളം നഷ്ടപരിഹാരം കൊടുക്കണം. നഷ്ടപരിഹാരം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ കിട്ടാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓൺലൈൻ വഴി അത് ചെയ്യാൻ നോക്കുക, കേസും കാര്യങ്ങളൊക്കെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്നാലും നമുക്ക് ആ വോയിസിലോട്ട് പോകാം. നമ്മുടെ അതുൽ വ്ളോഗ്സിൻ്റെ ചാനലാണ് ഈ വോയിസും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ശരി, ഇപ്പോൾ അവൻ്റെ വീഡിയോ കാണാത്തവർ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ആയിരിക്കും. പിന്നെ വേറെ കൈസൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ ഒരു വിഷയം കാണാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റോ എന്തെങ്കിലുമൊക്കെ അവർ തരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് കോൺടാക്ട് ചെയ്യാം. നമുക്കതിനുള്ള എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം. ഉള്ള കാര്യം പറയല്ല, ഇതിനെ ഒന്നും വെറുതെ വിടരുത്. സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ട് ഓരോ മനുഷ്യരെ ഇപ്പോൾ അവർ ഓരോ റീലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ 200-300 ഒക്കെ, അതായത് നല്ല കൂടിയ വിലയുള്ള സാധനങ്ങളൊക്കെ 200-300 രൂപയ്ക്കൊക്കെ പുള്ളിക്കാരി സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് അയക്കുമ്പോൾ 2, 3, 4 വർഷമൊക്കെ കഴിഞ്ഞ് കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വരുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ മടുത്തു പോകും. ഓക്കെ, എന്നാലും നമുക്ക് എന്തായാലും ആ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. നിങ്ങൾ ആ വോയിസ് ഒന്ന് കേൾക്കുക. അവർ കേസ് കൊടുത്തു, അവർക്ക് ഇത്ര രൂപയോളം നഷ്ടപരിഹാരം. ഇത് കമൻ്റൊക്കെ ഇട്ടായ നേരത്ത് അങ്ങനെ നെഗറ്റീവോ എങ്ങോട്ടൊക്കെ ആയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് അതുലിൻ്റെ ചാനലിൽ വന്ന ആ വോയിസ് ഒന്ന് വെക്കാവേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ ചെയ്തേക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തോ. അപ്പം ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട. 2024 ഓഗസ്റ്റ് 14 തീയതിയാണ് മൂൺ ഗോഡസ് ഒരു 699 ഒരു കുർത്തി ഓർഡർ ചെയ്തത്. അതിൽ ടോട്ടൽ 699 അതിന്റെ പ്രൈസും അതിന്റെ കൂടെ അതിന്റെ GST, ഷിപ്പിംഗ് ചാർജ്, എങ്ങനെ എല്ലാം കൂടെ 807 ഞാൻ പേ ചെയ്തായിരുന്നു. അതിനകത്ത് അവർ നോർമൽ പറയുന്ന പോലെ 90 വർക്കിംഗ് ഡേയ്സ് ആണ്. അത് നോക്കിയിട്ട് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഞാൻ 90 വർക്കിംഗ് ഡേയ്സ് അല്ല, 6 മന്ത്സ് വരെ ഞാൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരുടെ ലേറ്റ് ആവും എന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവർ പ്രോഡക്റ്റ് മുക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു 6 മന്ത് വരെ ഓക്കെ നമുക്ക് കിട്ടുമോ ഇല്ലെന്ന് നോക്കാം എന്ന് വിചാരിച്ചു. പണ്ട് നേരത്തെ പല ആൾക്കാരുടെയും പ്രോഡക്റ്റ് ഇതുപോലെ മുങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ ചേച്ചി പറ. ഞാൻ വെയിറ്റ് ചെയ്തത് 6 മന്തിൽ ആയിട്ടും അവരുടെ യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. ഞാനപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയച്ചു. ഇതിന് രണ്ടിനും അവരുടെ നോർമൽ ഫോർവേഡ് മെസ്സേജുകളാണ്, അവരുടെ ഷിപ്പിംഗ് പോളിസിയും അവരുടെ പോളിസികളൊക്കെ ഉള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള അവരുടെ ഫോർവേഡ് മെസ്സേജാണ് വന്നത്. വേറൊരു റിപ്ലൈയും എനിക്ക് ഇതിന് രണ്ടിനും മെയിലിലും കിട്ടിയില്ല, വാട്സപ്പില് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജിലും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അതും കഴിഞ്ഞ് ഒരു ജാനുവരിയിലാണ് പിന്നീട് ഞാൻ ഇവരുടെ ഒരു റീലിന്റെ താഴെ ആരും ഇതേപോലെ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും കമന്റ് ചെയ്തത് എന്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ ഇവർ ഉടനെ കമന്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു. ഞങ്ങളുടെ മാനുഫാക്ചറേഴ്സ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് തരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അതെപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് ഒന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നോ പ്രോഡക്റ്റ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ള രീതിയിൽ വളരെ ഒരു കൺസ്യൂമേഴ്സിനോട് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളൊരു ടൈം പറയൂ, ഏത് സമയത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളത് പറയൂ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്കത് പറയാൻ പറ്റില്ല, എപ്പോൾ തരുന്നത് അവർക്ക് തോന്നുന്ന സമയത്ത് അവർ തരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ കേസുമായിട്ട് പോകും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ കേസുമായിട്ട് പൊക്കോളൂ, നമുക്കൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് കൺസ്യൂമർ കോടതിയിൽ പരാതി രജിസ്റ്റർ ചെയ്തത്. പരാതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 1 വർഷത്തോളം അതിന്റെ ഹിയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി. മെയ് 15 തീയതിയാണ് അതിന്റെ ജഡ്ജ്മെന്റ് വന്നത്. ജഡ്ജ്മെന്റിൽ പറയുന്നത് നമുക്ക്
807 രൂപയാണ് ഞാൻ ആ പ്രോഡക്റ്റിന് ചെലവാക്കിയത്. അതിന് ഇത്ര നാളത്തെ പലിശയും എന്റെ കോടതി ചെലവും എല്ലാം കൂടെ എനിക്ക് 10,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആ ജഡ്ജ്മെന്റിൽ പറയുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിനോട് വളരെ എനിക്ക് ഇപ്പം അവർക്ക് 807 രൂപ ചെലവാക്കി അവരെ ഇത്രയും നാൾ ഓടിപ്പിച്ച് അവസാനം അവർക്ക് കിട്ടിയത് 10,000 രൂപ കോടതി കാര്യങ്ങൾ ചെലവാക്കി. അതുപോലെ എത്ര ആൾക്കാർ ഇവർ പറ്റിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അപ്പൊ ഇത്രയും ചിന്തിച്ചാൽ മാത്രം മതി. ഇപ്പൊ 800 പോയെടുത്ത് അവർക്ക് 10,000 കിട്ടിയിട്ടുണ്ട്. അതുപോലെ എത്ര പാവങ്ങളുടെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, കൊണ്ട് കംപ്ലൈന്റ് ചെയ്യുക. ആരുടെയൊക്കെ സാധനങ്ങൾ പോയിട്ടുണ്ടോ അവരെല്ലാവരും വരിക, കംപ്ലൈന്റ് കൊടുക്കുക. കംപ്ലൈന്റ് കൊടുക്കണം. ഇങ്ങനെയുള്ളവന്മാരൊന്നും വെറുതെ വിടുകയൊന്നും ചെയ്യരുത്. ഉള്ള കാര്യം തുറന്നു പറയാലോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം 200 അല്ലെങ്കിൽ 800 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത്ര ചിന്തിച്ചാൽ മതി. ഒരു പാവപ്പെട്ട എൻ്റെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്തേനെ, ഒരാൾ ഒരു കൂലി വിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000-1500 രൂപ കിട്ടുന്നതിൻ്റെ ഒരു 800 രൂപയായിരിക്കും ഇതിനു വേണ്ടി ആ മക്കൾക്കൊരു തുണിയാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളത് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ വെറുതെ വിടരുത്. അപ്പോൾ നിങ്ങൾ അതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. കോടതി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാവും, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ വിഷയമല്ലേ ഇവറ്റയാടെയൊക്കെ. പ്രത്യേകിച്ച് ഞാൻ കേസിനായിട്ട് പോകാനുള്ള ഒരു കാര്യം, നമ്മൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ഒരു സാധനം അത് 100 രൂപയുടെ ആയിക്കോട്ടെ, 1000 രൂപയുടെ 10,000 രൂപയുടെ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട്, നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിച്ചു എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ള ഭാവത്തിൽ നിന്ന് അവരുടെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് കോടതിയിൽ പോകണം, കേസ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. അവരുടെ ഒരു കസ്റ്റമേഴ്സിനുള്ള റൗഡ് ബിഹേവിയർ അതൊരിക്കലും നമുക്ക് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. വളരെ കറക്റ്റ് കാര്യമാണ് നിങ്ങൾ മാഡം ചെയ്തത്. നിങ്ങൾക്ക് ആദ്യം ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങളൊരു മാതൃകയാണ്. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറയാലോ, നിങ്ങളൊരു മാതൃക തന്നെയാണ്. നിങ്ങളത് ജയിച്ചു. നിങ്ങളെ അംഗീകരിക്കാം. ഇത് കണ്ടിട്ട് ഓരോ വ്യക്തികളും പഠിക്കണം. സാധാരണപ്പെട്ട ഓരോ ആൾക്കാരെ ഇറങ്ങിത്തിരിക്കണം. ഇതുപോലുള്ള മുന്തിയ അവൾമാരുണ്ട്, ഓരോ പാവങ്ങളെ വെറും മണ്ടരാക്കുന്ന പോലത്തെ. ഇതുപോലൊരു എങ്ങനെ പോയാലും ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. 1 ലക്ഷം. ചിലപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 10 അല്ല, ചിലപ്പോൾ 100 ആയിരക്കണക്കിന് ആൾക്കാർ വരും. അപ്പം മനസ്സിലാവും കസ്റ്റമേഴ്സിൻ്റെ പവർ എന്താണ്. ഞാനൊരു കാര്യം പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പവർ നമ്മൾ ജനങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ 1 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരാൾക്ക് ഒരു ഒറ്റ സഭ്യ പറ്റും, 1 ലക്ഷം ആൾക്കാരുള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഞാനാണെങ്കിലും ഡിമ്മാവും അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈന്റുമായിട്ട് പോയത്. ഇത്രയും ഒരു വർഷത്തോളം എടുത്തു കോടതിയിൽ എന്റെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞ് ജഡ്ജ്മെന്റ് ആവാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഞാൻ കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളത് അവരറിഞ്ഞപ്പോ എനിക്ക് ഒരു 1 വീക്കിന്റെ ഉള്ളിൽ അവർ ഈ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ പോയത് എന്റെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം. അപ്പൊ അവർ അയച്ചു തന്നപ്പോൾ ഞാനത് കൈപ്പറ്റിയില്ല. കാരണം ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് ചോദിച്ചു എന്റെ പ്രോഡക്റ്റ് എപ്പോൾ അയച്ചു തരും പറഞ്ഞപ്പോൾ അവർ റെസ്പോൺസ് ഒന്നും ചെയ്തില്ല. കംപ്ലൈന്റ് കൊടുത്തോളാനുമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഏത് ടൈപ്പിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഒന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് കൈപ്പറ്റിയില്ല, ഞാൻ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ചയച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കോള്, അവിടുത്തെ കസ്റ്റമർ കെയർ ഒരു കോള് വന്നിട്ട് ചോദിച്ചു, എന്താണ് മാഡം പ്രോഡക്റ്റ് നമ്മൾ അയച്ചിട്ട് മാഡം റിട്ടേൺ അടിച്ച് എന്തുകൊണ്ടാണ് ആവശ്യം. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ഓർഡർ ചെയ്തിട്ട് ഇത്രയും കാലം ഇതുവരെ നിങ്ങൾ പ്രോഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കംപ്ലൈന്റ് കൊടുത്ത ഉടനെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയക്കാമെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ ഞാനിപ്പോ തയ്യാറല്ല, അതുകൊണ്ട് തിരിച്ചയച്ചു എന്ന് മറുപടിയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അല്ലാതെ എന്നെ അവർ കോൺടാക്ട് ചെയ്തിട്ടോ ഒന്നുമില്ല കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പം ദേ കിടക്കുന്നു. പേടിയുണ്ട്, അങ്ങനെ വേണം. അതാ വേണ്ട. അവർ നല്ല മെസ്സേജ് അയച്ചതൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇഫ് യു വാണ്ട് ടു കംപ്ലൈന്റ് പ്ലീസ് ഡു, വി ഷിപ്പ് അവർ പ്രൊഡക്റ്റ് ലോ പ്രൈസ് വിത്ത് നോർമൽ ഡെലിവറി ഓൺലി അവർ മെൻഷൻ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ചാറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അത് ക്ലിയർ അല്ല. 90 വർക്കിംഗ് ഡേയ്സ് എന്നാണല്ലോ, അല്ലാതെ നിങ്ങളുടെ തോന്നിവാസം അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ല സംഭവം. ഈ ഒരു കാര്യം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാനത് കേട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ മെസ്സേജ് അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുള്ള രീതിയിലാണ്. അപ്പോൾ സംഭവത്തിന് ക്ലാരിറ്റി ഇല്ല. അതാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത്. അപ്പോൾ അവർ പോയി പ്ലീസ് ഡൂ എന്നും പറഞ്ഞുള്ള രീതിയിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അത് മാത്രമല്ല പഴയ കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. ഓക്കെ, ഇത് പഴയെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് സംസാരിക്കുന്നതാണേ. ഹലോ ഗൈസ്, ഞാൻ ഒരു സ്കാമിൽ പെട്ടു. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 വർഷമായിട്ട് ഇതുവരെ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്ട്സ് ഒന്നല്ല, ഒരു 3 പ്രോഡക്ട്സ് കിട്ടാതെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കമ്പനീനെ കോൺടാക്ട് ചെയ്ത് അവരുടെ അടുത്ത് ചോദിച്ചു എന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ അതിന്റെ ഫണ്ട് ചോദിച്ചു. അപ്പൊ അവർ എന്റെ അടുത്ത് പറഞ്ഞത് 90 ഡേയ്സ് ഇനിയും അവർക്ക് ഡിസ്പാച്ച് ചെയ്യാൻ എടുക്കുന്നതാണ്. എനിക്ക് അറിയാനുള്ള കാര്യം, അവർ ഇതുവരെ 2026 ആയത് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു.
ഇത് മറ്റാരെ പറ്റിയിട്ടും അല്ല, നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ഫേമസ് ബ്രാൻഡായ മൂൺ ഗോഡസ് കൗച്ചറിനെ പറ്റിയിട്ടാണ്. റീസെന്റ് ഞാൻ ഈ 2026 ആയപ്പോൾ അവർക്ക് എന്റെ ലോഗിൻ ഐ ഡി മെയിൽ അയച്ചപ്പോൾ അവർ തന്ന മറുപടിയാണ് കാഷ്വൽ ആയിട്ടുള്ളത്. 90 days ഇനി എടുക്കും മാനുഫാക്ചറിംഗ് ഡേയ്സ്. സോ അവരുടെ പ്രോഡക്ട്സ് ഡിലേ ആവുന്നു. 2024, 2025, 2026 ഓൾമോസ്റ്റ് 2 years. എനിക്ക് മനസ്സിലായില്ല, അവര് മാത്രമാണോ അഡ്വാൻസ്ഡ് ഉണ്ടാക്കുന്ന കാശിന് മൊത്തം വിലയും കൊടുക്കുന്നത്? നാം അഡ്വാൻസ്ഡ് ഉണ്ടാക്കുന്ന എമൗണ്ടാ. അത് ആർക്കും വെറുതെ കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ റീല് ഒന്നിക്കൽ അനിതയുടെ പേരുമാണ്, അല്ല അനിത ഇത് കാണുവാണ്, മൂൺ ഗോഡസിന്റെ പേരിൽ ഇത് വീഡിയോ എത്തുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ പ്രോഡക്ട്സ് ഒന്ന് തിരിച്ചു തരൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ പൈസ തിരിച്ചു തരും. മനസ്സിലായി, എനിക്കുണ്ട് ഒരു 3 പ്രോഡക്ട്സ് ഇതുപോലെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന്. അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഓർഡർ ഡേറ്റ് ചെയ്ത ഡേറ്റും അവർ എനിക്ക് തന്ന മറുപടിയും ഞാനിത് കൊടുത്ത് എല്ലാം അതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് പുള്ളിക്കാരുടെ പേജിൽ ഒന്ന് എത്തിച്ചിട്ട് ഒന്നുകിൽ എന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്റെ പൈസ. താങ്ക് യു. കണ്ടില്ലേ, ഇതൊക്കെ നേരത്തെ വിഷയങ്ങളാണ്, അതിനൊന്നും ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ വീണ്ടും അതുപോലെ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വേണ്ട, ഇനി വേറൊരാളെ, അത് പഴയ ഒരു വീഡിയോ കേട്ടോ. ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അതിന്റെ അപ്ഡേഷൻ എന്തായി, അത് കിട്ടിയോ? കാരണം ഞാൻ ഓർഡർ ചെയ്ത അതേ സെയിം പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരു എന്റെ വ്യൂവേഴ്സിലും അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിലും കുറച്ച് ആൾക്കാരും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. എല്ലാവരും കൂടെ അതിലോട്ട് ഞാൻ പറയാം. 2024 ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഈ 2025 ഒക്ടോബർ ആയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. 1 വർഷമായിട്ടും ഇവരുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? ഇനിയിപ്പോ ഞാൻ ഈ വീഡിയോ ഇട്ടതിന്റെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരു ചിലക്ക് കൊടുക്കുന്ന സാധനം ഒരാഴ്ച തരുമോന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ നിലവിൽ ഞാൻ പറയാം, ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്ത എന്റെ ആ ഒരു പ്രൊഡക്റ്റ് ഈ 2024 ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് 2025 ഒക്ടോബർ ആയിട്ടും എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഒക്ടോബർ ഒരു സെക്കൻഡ് വീക്കിലാണെന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കട്ടെ, ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാനോട് അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഇതിപ്പോ ഒക്ടോബർ സെക്കൻഡ് വീക്കായി, ഈ സമയമായിട്ടും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വളരെ യൂണിക്. അവരുടെ ചില ഇന്റർവ്യൂ ക്ലിപ്സ് ഒക്കെ ഞാൻ കണ്ടു കേട്ടോ. അവരടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ ഇവരെ കഴിഞ്ഞിട്ട് ഇവരെ അത്ര ഒരു ബിസിനസ് വുമൻ ഈ ലോകത്ത് വേറെ ഇല്ലാന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ വളരെ യൂണിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്താൽ പോറാ. എല്ലാവരെയും നമ്മളിങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സിനോട്. ഓൺ പ്രൊഡക്ഷൻ ഒക്കെയാണ് എന്നൊക്കെ ലെവൽ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ എന്തോ മലമറിക്കാനുള്ള പരിപാടിയാണ്. പിന്നെയല്ലേ മനസ്സിലായത്, ഈ 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ട് ഡെലിവറി നടത്തുന്നതാണ് ഇവരുടെ ഈ യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് എന്നുള്ളത് മനസ്സിലായത്. ഇതിനിടയിൽ 2 മെയിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നു. അപ്പൊ ഞാൻ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കിയില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്ത് ബിസിനസ് നടത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര വിവാദമാവാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാണ്. ചേച്ചിക്ക് വീണ്ടും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, 4 മില്യണോ 5 മില്യണോ അല്ലെങ്കിൽ 1 മില്യൺ ലൈക്കിലൊന്നും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, അതിലൊന്നും ഒരു കാര്യമില്ല. അത് ഓർത്താ നല്ലത്. ഒരു അപ്ഡേഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. എന്താണ് മെയിൽ എന്നുള്ളത് പറഞ്ഞുതരാം. മാന്യ ഉപഭോക്താക്കളെ, വർഷങ്ങളായി സുദീർഘമായ സേവനം നടത്തുന്ന നമ്മുടെ സ്ഥാപനം ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര നല്ല അവസ്ഥയിലൂടെ പോകുന്നത്. നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷമഘട്ടത്തിൽ നിന്നും കരകയറാൻ സാധിക്കുള്ളൂ എന്നത് നിങ്ങളെ അറിയിക്കും. ഈ വിഷമഘട്ടത്തിൽ നിങ്ങൾ കാണിക്കുന്ന കരുണ എന്നും ഓർത്തിരിക്കുമെന്നും സഹജീവിയോട് കാണിച്ച കരുണയ്ക്കും എന്നും കടപ്പാടും സ്നേഹവും വിശ്വാസവും വെച്ച് പുലർത്തുമെന്നും ഇതിനാൽ സത്യം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന് അറിവില്ലാതെ സംഭവിച്ച ഒരു അപകടത്തെ തുടർന്നാണ് ചില തുണിത്തരങ്ങൾ കേടുപാട് സംഭവിക്കുകയും ആയതിനെ തുടർന്ന് താങ്കൾ ഓരോരുത്തരോടുമുള്ള സേവനത്തിൽ കാലതാമസം വരുന്നതാണെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അല്ലെങ്കിൽ പിന്നെ കാലതാമസം വരാറില്ല കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ ഒരാഴ്ച കൊണ്ടൊക്കെ പ്രൊഡക്റ്റ് നമ്മളായി കിട്ടുമല്ലോ. ഈ കാലതാമസം സത്യമായും സ്ഥാപനത്തിന് വീഴ്ച അല്ലെങ്കിൽ പോലും ആയതിന് വ്യസന സമേതം ക്ഷമ ചോദിക്കുന്നു. വെരി ഗുഡ്. നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ തളരിട്ട ഈ സ്ഥാപനത്തെ ആര് വളർത്തിയത് പോലും? നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ തണലിൽ തളിരിട്ട ഈ സ്ഥാപനം വളർത്തിയവർക്ക് അടിച്ചു താഴെയിടാനും അറിയാം. അതെനിക്ക് തോന്നിപ്പോ ഉടനെ തന്നെ അത് സംഭവിക്കാൻ തോന്നി. ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങേയറ്റം പിന്തുണയ്ക്കണമെന്നും സഹായിക്കണമെന്നും ഈ വിഷമഘട്ടം തരണം ചെയ്യാൻ എല്ലാവിധ പിന്തുണയും മുൻപേ നൽകിയതുപോലെ നൽകണമെന്നും അപേക്ഷിക്കുന്നു. അപേക്ഷ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഒപ്പിട്ട് തന്നിരിക്കുന്നു. ഓക്കെ, അവരുടെ ബുദ്ധിപരമായ ഒരു നീക്കമാണ്. എന്താണത്? ഇനി ആരും പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്നുള്ള ലെവലിൽ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല. പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കാൻ പാടില്ല, അവരെ കോൺടാക്ട് ചെയ്യാൻ പാടില്ല. കാരണം അവർ ഓൾറെഡി മെയിൽ അയച്ചു. അവരുടെ യൂണിറ്റിൽ ഒരു അപകടം ഉണ്ടായി, കുറച്ച് തുണിത്തരങ്ങളൊക്കെ പോയി എന്നുള്ളത്. ഇത് നേരത്തെ അപകടം കേട്ടോ. ഇനി പുതിയ കഥ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ഇപ്പൊ നമുക്കറിയാവുന്ന കുറെ ആൾക്കാരൊക്കെ തുണിക്കച്ചവടവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്നൊക്കെ ഉണ്ട്. അവരൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാം. നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം സാധനം നമ്മുടെ വീട്ടിൽ കിട്ടും. നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ വലിയ മുന്തിയ ആൾക്കാരുടെ അടുത്ത് പോകാതെ ചെറിയ ആൾക്കാരൊക്കെ വളർന്നു വരുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് കുറെ എണ്ണം ഉണ്ട്, അവരെ പോലെ ആവണം, ഇവരൊക്കെ കണ്ടില്ലേ, ഇവരിപ്പോൾ ഒരു ബ്രാൻഡാണെന്നാണ് വിചാരം. ജനങ്ങളെ പറ്റിക്കുന്ന കുറേ ടീംസുകൾ. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ്. എന്തായാലും ഇതുപോലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാനാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാം. ഓക്കെ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.